സസ്നേഹമായ നമസ്കാരം. ത്രേതായുഗത്തിൽ ലഭ്യമായ വാൽമീകി രാമായണവും മഹാഭാരതത്തിലെ വനപർവ്വത്തിലൂടെ ലഭ്യമായ വ്യാസഭഗവാൻ തന്ന രാമചരിതവും ബ്രഹ്മാണ്ഡപുരാണാന്തർഗതമായ അധ്യാത്മരാമായണവും നമ്മൾ പരിചയപ്പെട്ടു. ആ അധ്യാത്മരാമായണത്തിന്റെ രചനയ്ക്ക് ശേഷം നമ്മുടെ ഭാരതത്തിൽ, കേരളത്തിലൊക്കെ സവിശേഷമായൊരു സാമൂഹ്യ ക്രമം ഉണ്ടായി വന്നിരുന്നു. പ്രത്യേകിച്ചും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ തുടങ്ങിയിട്ടുള്ള കുറച്ച് അനാചാരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. സമൂഹത്തിന്റെ ഉള്ളിൽ ഭക്തിയുടെ രസം കുറഞ്ഞുപോയ ഒരു കാലമായിരുന്നു. മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാലം, മൃഗതുല്യമായ ജീവിതം കൊണ്ടു നടന്ന ഒരു കാലം, സമൂഹദേഹത്തിന്റെ ഉള്ളിൽ പുഴുക്കുത്തുകൾ ഏറ്റുവന്ന ഒരു കാലം. ഇങ്ങനെ ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ ഭക്തിയിലൂടെ മാത്രമാണ് മനുഷ്യനെ ദേവത്വത്തിലേക്ക് ഉയർത്താനും നല്ലൊരു സമൂഹ രചന നടത്തുവാനും സാധിക്കൂ എന്ന് കവികളായ ഋഷിമാരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ചിന്തിച്ചിരുന്നു. അതിന്റെ ഫലമായി അധ്യാത്മരാമായണം മൂലഗ്രന്ഥത്തെ ഓരോ ഭാഷകളിലേക്കും മൊഴിമാറ്റം ചെയ്യുന്ന കവികളുടെ ഒരു വലിയ തപസ് സമൂഹത്തിനു വേണ്ടി നടന്നിരുന്നു. അത്തരത്തിൽ തമിഴ്നാട്ടിൽ കമ്പരിലൂടെ ആരംഭിക്കപ്പെട്ട ആ ഒരു വലിയ ഭഗീരഥ പ്രയത്നം കമ്പരാമായണത്തിലൂടെ ആരംഭിച്ച് മലയാളത്തിൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനിൽ വന്ന് അവസാനിക്കുകയും ചെയ്ത ഭാരതത്തിലെ ഭാഷാരാമായണങ്ങൾ നിരവധിയാണുള്ളത്. അതിലൊന്നാണ് കേരളീയരായ നമ്മെ സംബന്ധിച്ചിടത്തോളം മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ നമുക്ക് സമ്മാനിച്ച അധ്യാത്മരാമായണം എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ മലയാളം മൊഴിമാറ്റം നമുക്ക് ലഭ്യമായത് ഒരു പുതിയ രചനാശൈലി കൊണ്ടുവരികയായിരുന്നു എഴുത്തച്ഛൻ ചെയ്തത്. ഒരു ശാരിക പൈതലിനെ കൊണ്ട് പറയിപ്പിക്കുന്ന, പാടിപ്പിക്കുന്ന തരത്തിൽ കിളിപ്പാട്ട് എന്ന ഒരു പുതിയ രചനാശൈലിയിലൂടെ നമുക്ക് രാമചരിതം 4ാമത്തെ ഗ്രന്ഥവും നമുക്ക് ലഭിച്ചു. അതാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട് എന്നുള്ളത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും, ഇത് വാൽമീകി രാമായണത്തെ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യുകയല്ല എഴുത്തച്ഛൻ ചെയ്തത്, മറിച്ച് അധ്യാത്മരാമായണത്തെ ബ്രഹ്മാണ്ഡപുരാണാന്തർഗതമായ ആ ഗ്രന്ഥത്തെ, വ്യാസൻ എഴുതി തന്ന ആ ഗ്രന്ഥത്തെ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്ത് തന്റേതായ ഒരു രചനാശൈലി കൊണ്ടും തന്റേതായ സ്തുതിഗീതങ്ങൾ കൊണ്ടുമൊക്കെ സുന്ദരമായ 4ാമത്തെ ഗ്രന്ഥവും മലയാളികളായ നമുക്ക് ലഭിച്ചു. അതാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട് എന്നുള്ളത്. വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.